ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കണം എന്താണ് തത്വമസി എന്നെങ്ങനെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് ഭാഷ്യകാരൻ. സദൈവ സദിത്യ അസ്ഥിത മാത്രം. തത്വമസിയിലെ തത്ത് എന്ന് പറയുന്നത് എന്തിനാണ്? ഈ സത്താണ്. അതെന്താണത്? അസ്ഥിത. കേവലം അസ്തിത്വം, അസ്ഥിത മാത്രം വസ്തു. അസ്ഥിത എന്ന് പറയുന്നതിന് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഏതൊന്നിനെയാണോ നിഷേധിക്കാൻ കഴിയാത്തതാണ് അസ്തിത്വം. കാരണം അതിനെ നേരിട്ട് മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷെ ഇങ്ങനെ മനസ്സിലാക്കാം. നിഷേധിക്കാൻ കഴിയാത്ത എന്തോ അത് അസ്ഥിത. നമുക്ക് ഏതിനെയും നിഷേധിക്കാം. ഈശ്വരനെ വേണമെങ്കിലും നിഷേധിക്കാം. പക്ഷെ അസ്തിത്വത്തെ നിഷേധിക്കാൻ വയ്യ. അതാണ് സത്ത്. അത് നീയാണെന്നാണ് പറയുന്നത്. ഒരാൾ ഈ പ്രപഞ്ചബോധത്തോടുകൂടിയിരിക്കുമ്പോൾ, പഞ്ചേന്ദ്രിയങ്ങളിലൂടെ മനസ്സിലൂടെ ഈ പ്രപഞ്ചത്തെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അങ്ങനെ ഗ്രഹിക്കുന്ന ആളിനെയാണ് പറയുന്നത് ജീവൻ. ആ ജീവന് ഗ്രാഹ്യമായിരിക്കുന്ന സർവത്തെയും നിഷേധിക്കും. എങ്ങനെ നിഷേധിക്കും? ഇത് സത്യമല്ല, ഇത് പരമാർത്ഥമല്ല, പഞ്ചഭൂതങ്ങൾ പരമാർത്ഥമല്ല, സൂര്യചന്ദ്രന്മാർ പരമാർത്ഥമല്ല, തന്റെ അറിവിന് വിഷയമായിരിക്കുന്ന നാമരൂപാത്മകമായ ഒന്നും തന്നെ പരമാർത്ഥമല്ല എന്ന് നിഷേധിക്കും. ശ്രുതി അതാണ് പറയുന്നത്, നേതി നേതി. അങ്ങനെ നിഷേധിക്കുമ്പോൾ നിഷേധിക്കാൻ കഴിയാത്ത ഒന്നാണ്. അതിനാണ് പറയുന്നത് അസ്തിത്വം. നിഷേധിക്കാൻ കഴിയും. അങ്ങനെ നിഷേധം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ആ നിഷേധിക്കാൻ കഴിയാത്ത എന്തിനെ? നിഷേധിക്കുന്നവനെ തന്നെ നിഷേധിക്കാൻ കഴിയാത്ത, തന്നെ തനിക്ക് നിഷേധിക്കാൻ കഴിയത്തില്ല. തന്നെ നിഷേധിച്ചാൽ അങ്ങനെ നിഷേധിക്കാൻ ഒരുവനുണ്ടാകത്തില്ല. തന്നെ താനുള്ളത് കൊണ്ടാണ് ഈ നിഷേധം നടക്കുന്നത്. ഞാൻ എന്നെ ആശ്രയിച്ച് അല്ലെങ്കിൽ എന്റെ ബോധത്തെ ആശ്രയിച്ച് നിഷേധിക്കുന്നു. ഈ ബോധത്തെ എങ്ങനെ നിഷേധിക്കും? തന്നെ എങ്ങനെ നിഷേധിക്കും? അത് സാധ്യമല്ല. അതാണ് അസ്ഥിത മാത്രം. അത് കേവലം അസ്തിത്വമാണ്. അതിനെ നിഷേധിക്കാനൊന്നുമില്ല. വസ്തു സൂക്ഷ്മം, അത് അത്യധികം സൂക്ഷ്മമാണ്. അതാണ് തത്ത്. ആത്യന്തികമായി നചികേതസിനെ ബോധിപ്പിക്കുന്നതാണ് നീ അസ്ഥിത മാത്രമാണ്, അതിസൂക്ഷ്മമായ അസ്തിത്വമാണ്. നിർവിശേഷം. പാശ്ചാത്യർക്കൊരു അസ്ഥിതാവാദമുണ്ട്, അസ്തിത്വവാദം. അതൊന്നുമല്ല, അതിനുമായിട്ടൊന്നും ബന്ധമില്ല. ഒരു അസ്ഥിതാവാദത്തെ നിഷേധിക്കുകയും അംഗീകരിക്കുകയൊക്കെ ചെയ്യും. ആ അസ്തിത്വവാദം അല്ല ഇവിടെ പറയുന്നത്. ഇവിടെ എന്താണ്? സൂക്ഷ്മം, നിർവിശേഷം. അതിനെ വിശേഷിപ്പിക്കാൻ വയ്യ ഇവിടെ. നേതി നേതി എന്ന് നിഷേധിച്ചു കഴിഞ്ഞാൽ ആ നിഷേധം തുടരാൻ കഴിയാത്ത സ്ഥിതി. നിർവിശേഷം. അതിനൊരു വിശേഷതകളുമുണ്ട്. എവിടെയെല്ലാം വിശേഷതയുണ്ടോ അതിനെല്ലാം നിഷേധിക്കാം. നാമരൂപങ്ങളിലാണ് ഈ പ്രപഞ്ചത്തിന്റെ വിശേഷത. സ്ഥൂലമായിട്ട് പറഞ്ഞാൽ നാമരൂപങ്ങളെന്ന് പറഞ്ഞാൽ പ്രപഞ്ചമായി. അത് വിശേഷമാണ്, നാമരൂപം. അതിനെ നിഷേധിക്കാം. പക്ഷെ നിർവിശേഷം, അതിനെ വിശദീകരിക്കാൻ പറ്റത്തില്ല. സർവഗതം, അത് സർവവ്യാപ്തമാണ്. അസ്തിത്വം സർവവ്യാപ്തമാണ്. നമ്മൾ അസ്തിത്വത്തിലാണ് പദാർത്ഥത്തെ നിഷേധിക്കുന്നത്. അത് ഗീതാഭാഷ്യത്തിൽ അത് വിശദമായി ചർച്ച ചെയ്തതാണ്. മുമ്പിലൊരു വസ്തു ഇരിക്കുമ്പോൾ ആ വസ്തുവിനെ നമ്മൾ നിഷേധിക്കുന്നു. പുസ്തകത്തെ നിഷേധിക്കുന്നു. എന്താണ് പറയാം? ഈ പുസ്തകം പലതരത്തിൽ നിഷേധിക്കും. ഈ പുസ്തകം പേനയല്ല എന്ന് പറഞ്ഞാൽ പുസ്തകത്തിന്റെ നിഷേധമാണ്. ഈ പുസ്തകം മറ്റൊന്നല്ല എന്ന് പറഞ്ഞാൽ അത് പുസ്തകത്തിന്റെ നിഷേധമാണ്. ഇനി പറയാം ഈ പുസ്തകം ഇത് സത്യമല്ല, നിഷേധമായി, ഇത് നശിച്ചു പോകുന്നതാണ്.
ഒരു കാലത്ത് ഇല്ലാതിരുന്നതാണ്, അതതിന്റെ നിഷേധമാണ്. ഈ പറയുന്നത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിന്റെ വാസ്തവരൂപം ഇതല്ല, നമ്മൾ കാണുന്നതല്ല. ഇത് പരമാണുവാണ്, അല്ലെങ്കിൽ സൂക്ഷ്മ പദാർത്ഥങ്ങളാണ്, അത് കൂടി ചേർന്നതാണ്. നമ്മൾ കാണുന്ന ഈ ആകൃതിയും രൂപവും ഇതിലുള്ളതല്ല. നേരത്തെ പറഞ്ഞ കാര്യകാരണ അനന്യത്വ ന്യായം അനുസരിച്ച് ഇതിന്റെ കാരണം എന്താണ്? ആ കാരണത്തിൽ നിന്നാണ് ഇതുണ്ടായത്. പരമാർത്ഥത്തിൽ കാരണം അതാണ്. ഈ തരത്തിൽ പറഞ്ഞ് നിഷേധിക്കും. എല്ലായിടത്തും നമ്മളെന്താണ് പറയുന്നത്? നാസ്തി. അങ്ങനെ നിഷേധിക്കുന്നിടത്തെല്ലാം, ഓരോ വസ്തുവിനെയും നിഷേധിക്കുന്നിടത്തെല്ലാം എന്താണ്? നമ്മളിതിന്റെ അസ്തിത്വത്തെ സമർത്ഥിക്കുകയാണ്. എന്നാ പറയുന്നത് എന്താണ്? അസ്തിത്വം ഇതിനല്ലെന്നാ നമ്മൾ പറയുന്നത്. നാസ്തി എന്ന് പറയുന്നു. ഇതിൽ അസ്തിത്വമില്ല. അപ്പോ ഇവിടെ ഏതൊരു അസ്തിത്വത്തെ നമ്മൾ അനുഭവിക്കുന്നുണ്ട് ഈ പ്രപഞ്ചത്തിൽ. ആ അസ്തിത്വത്തെ നമ്മൾ ഇതിൽ ആരോപിക്കുകയാണ് ഈ പുസ്തകത്തിൽ. എന്നിട്ട് പറയുന്നു ആ അസ്തിത്വം ഇതല്ല, അസ്തിത്വം ഇതിൻ്റേതല്ല, മറിച്ച് അസ്തിത്വത്തിൽ ഇത് ആരോപിതമാണ്. അസ്തിത്വത്തോട് ചേർന്നത് പ്രതീതമാകുകയാണ്. അതുകൊണ്ട് നാസ്തി നാസ്തി നേതി നേതി എന്ന് നിഷേധിച്ചു കഴിഞ്ഞാൽ മറ്റൊരു തരത്തിൽ അവിടെ അസ്തിത്വത്തെ സമർത്ഥിക്കുകയാണ്. എവിടെ ഒരു വസ്തുവിന്റെ സ്ഥിതിയെ നിഷേധിക്കുന്നു അവിടെയെല്ലാം പറയുന്ന എന്താണ്? അസ്തിത്വം അതിതല്ല, ഇത് നാമരൂപാത്മകമാണ്. ആ നാമരൂപാത്മകമായ ഈ വസ്തുവിനും അസ്തിത്വം അനുഭവപ്പെടുന്നു. സർവം സത്, സർവത്തിലുമുണ്ട്. ശൂന്യതയിൽ പോലും എന്ത് പറയുന്നു? എന്താ ശൂന്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ പറയേണ്ടി വരും. ശൂന്യത ഉണ്ട്, ശൂന്യതയിലുണ്ട് അസ്തിത്വം. സർവനിഷേധങ്ങളിലുമുണ്ട്. നിങ്ങൾ നിഷേധിക്കുന്നു എന്ന് ചോദിച്ചാൽ അതേന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തു? നിഷേധയിൽ അസ്തിത്വത്തെ അംഗീകരിക്കുകയാണ്. അസ്തിത്വത്തെ ആശ്രയിച്ച് നിൽക്കുന്നതാണ് സർവപദാർത്ഥങ്ങളും. കാരണം എവിടെയും നമുക്കിതിനെ നിഷേധിക്കാൻ പറ്റുന്നുണ്ട്. അസ്തിത്വത്തെ ആശ്രയിച്ച് നിൽക്കുകയും അതേസമയം ഇതിനെ നിഷേധിക്കാൻ കഴിയുന്നുണ്ട്. ഇതല്ല, ഇതല്ല എന്ന് അങ്ങനെ നിഷേധിക്കാൻ കഴിയുന്നുണ്ട്. എന്താണ്? പദാർത്ഥങ്ങൾ അസ്തിത്വത്തിൽ ആരോപിതമാണ്. സർവപദാർത്ഥങ്ങളെ പ്രപഞ്ചം ആകമാണ് അസ്തിത്വത്തിൽ ആരോപിതമാണ്. അതുകൊണ്ട് അസ്തിത്വം എന്താണ്? സർവഗതമാണ്. അസ്തിത്വത്തിനൊരിക്കലും രൂപാന്തരം സംഭവിക്കത്തില്ല. ഇവിടെ നമുക്ക് രൂപാന്തരം കാണാം. എന്താണ്? ഒരേ ഒരു വസ്തു പഞ്ചഭൂതം, അത് തന്നെ പുസ്തകമായി മാറി, മേശയായിട്ട് മാറി, രൂപാന്തരം സംഭവിക്കുന്നു. എല്ലാം പഞ്ചഭൂതമാണല്ലോ. പ്രപഞ്ചത്തിൽ വാഗാലംബനമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിന് സർവത്ര രൂപാന്തരം സംഭവിക്കുന്നു. പക്ഷെ അസ്തിത്വമോ എവിടെയെല്ലാം നിഷേധിക്കുന്നു അവിടെയെല്ലാം പറയുന്നത് എന്താണെന്ന അസ്ഥി. അസ്തിത്വത്തിന് ഒരിടത്തും മാറ്റം വരുന്നില്ല. എന്തുകൊണ്ടാണ്? അസ്തിത്വം ഏകമാണ്. അതുകൊണ്ടാണ് അതിന് ഏകം എന്ന് പറയുന്നത്. ഈശ്വരനേകനാണ്, ബ്രഹ്മം ഏകമാണ്, അസ്തിത്വം ഏകമാണ്, ജ്ഞാനമേകം എന്നെല്ലാം പറയുന്നത് എന്തുകൊണ്ട്? കാരണം അതിന് മാറ്റം വരുന്നില്ല. അതിനൊരു മാറ്റം വരുന്നതായിട്ട് നമുക്ക് അനുഭവമില്ല. മാറ്റം വന്നിരുന്നെങ്കിൽ പറയാമായിരുന്നു അനേകമാണ്, പുസ്തകം അനേകമാണ്, എന്തുകൊണ്ട് അതിന് മാറ്റം വരുന്നു, മേശ അനേകമാണ്, മാറ്റം വരുന്നു. പക്ഷെ ആ മാറ്റത്തെ നമ്മൾ മനസ്സിലാക്കുന്ന എങ്ങനെ? അസ്തിത്വത്തോട് ചേർന്നാണ്. നാസ്തി നാസ്തി. ഏതിന്റെ മാറ്റത്തെ നമ്മൾ മനസ്സിലാക്കിയാലും സർവത്ര ഓരോ ഒന്നേ നമുക്ക് പറയാനുള്ളൂ. നേതി നേതി, നാസ്തി നാസ്തി. സർവത്ര അസ്തിത്വം ഏകരൂപത്തിൽ തന്നെ ഇരിക്കുന്നു. കാരണം അതിന് മാറ്റം വരാത്തതുകൊണ്ട് അത് ഏകമാണ്, നിരഞ്ജനം. അതിന് മറ്റൊന്നിനെ കൂട്ടിച്ചേർക്കാൻ കഴിയത്തില്ല. പരിശുദ്ധമാണ്, അതിന് കളങ്കമില്ല. നമുക്ക് നമ്മുടെ മുമ്പിൽ കാണുന്ന ഏത് വസ്തുക്കളെ ഒന്നിനെ മറ്റൊന്നിനോട് കൂട്ടിച്ചേർക്കാം. പഞ്ചഭൂതങ്ങൾ കൂടിച്ചേർന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്. അഗ്നി വായുവിനോട് ചേരുന്നു, വായു അഗ്നിയോട് ചേരുന്നു,
രൂപാന്തരം സംഭവിക്കുന്നു. പൃഥ്വി ജലത്തോട് ചേരുന്നു, ജലം ആകാശത്തോട് ചേരുന്നു, പഞ്ചീകരണം, ഇതെല്ലാം നമ്മൾ ത്രിവികരണം ഇതെല്ലാം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഒന്ന് മറ്റൊന്നിനോട് കൂടി ചേർന്നേയിരിക്കും. പ്രപഞ്ചത്തിന്റെ സ്വഭാവമാണ്. ഏതെങ്കിലും ഒരു ഭൂതത്തെ തനിയെ കിട്ടത്തില്ല. ഇത് ആകാശമാണ്, ഇത് പൃഥ്വിയാണ് എന്ന അനുഭവത്തിൽ കിട്ടത്തില്ല. അത്യധികം സൂക്ഷ്മമായ ആകാശമാണെങ്കിലും അത്യധിക സ്ഥൂലമായ പൃഥ്വിയാണെങ്കിലും രണ്ടും ചേർന്നേയിരിക്കും. ഇത് പ്രപഞ്ച സ്വഭാവമാണ്. അഞ്ചനം കളങ്കം സർവത്രയുണ്ട്. ഇത് ചേരുകയാണ് പ്രപഞ്ചം എന്ന് പറയുന്നത്. പക്ഷെ ഇതാണെങ്കിലോ അസ്തിത്വം നിരഞ്ജനം. അതിനോട് എന്തിനെങ്കിലും കൂടി ചേർക്കാൻ കഴിയും. അസ്തിത്വത്തോട് ഒന്നിനെ കൂടെ ചേർക്കുക അസാധ്യമല്ല. എന്തുകൊണ്ട്? അസ്തിത്വം സർവത്തെയും നിഷേധിക്കുന്നു. നാസ്തി, ഇതല്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുന്നു. അതുകൊണ്ട് അസ്തിത്വം നിരഞ്ജനമാണ്, കളങ്കരഹിതമാണ്, നിരവയവും. ഇതിന് അംശങ്ങളില്ല. വളരെ സ്പഷ്ടമാണ്. അംശങ്ങളുണ്ടെങ്കിൽ അതിന് നമുക്ക് വിഭജിച്ച് പറയാൻ പറ്റില്ല. ഞാൻ പറയുന്നു ഞാൻ, എന്നിട്ട് പറയുന്നു എന്റെ തല, എന്റെ കൈ, എന്റെ കാല്, അവയവമുള്ള സർവത്തിനെ ഇങ്ങനെ നിർവചിക്കാം. പക്ഷെ അസ്തിത്വത്തിൽ എങ്ങനെയാ പറയുന്നു? അസ്തിത്വത്തിന്റെ ഇന്ന ഭാഗം, ഇന്ന ഭാഗം, അസ്തിത്വത്തിന്റെ തല, കാല്, അതിന്റെ അവയവങ്ങൾ ഒന്നും പറയാൻ പറ്റില്ല. അസ്തിത്വത്തിനോട് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനോ കുറയ്ക്കാനോ സാധ്യമല്ല. പരമാവധി നമുക്ക് പറയാവുന്ന നാസ്തി, അതും അസ്തിത്വത്തിനൊന്നും സംഭവിക്കുന്നില്ല. അസ്ഥി എന്ന് പറയുന്നിടത്തും അതുണ്ട്, നാസ്തി എന്ന് പറയുന്നിടത്തും അവിടെ ഉണ്ട്. അതിനൊന്നും സംഭവിക്കുന്നില്ല. പിന്നെ നഞ്ഞ് നിഷേധം, അതിനുള്ള ഈ വികല്പങ്ങളെ, കൽപ്പനകളെ മാറ്റാൻ വേണ്ടി മാത്രം. നാസ്തി എന്ന് പറയുന്നിടത്തോ അസ്ഥി എന്ന് പറയുന്നിടത്തോ അസ്തിത്വത്തിന് വ്യത്യാസം വരുന്നില്ല, അസ്തിത്വ ബോധത്തിന് വ്യത്യാസം വരുന്നില്ല. അതുകൊണ്ട് അതെന്താണ്? നിരവയവുമാണ്. ആത്യന്തികമായിട്ട് അതെന്താണ് ഈ അസ്തിത്വം എന്ന് പറയുന്നത്? മുമ്പ് പറഞ്ഞല്ലോ, ഒരു ജീവൻ അവൻ ബോധത്തോടെ ഇരുന്ന് ഈ പ്രപഞ്ചത്തെ അറിയുമ്പോഴാണ് അവന്റെ ഈ അസ്തിത്വ അനുഭവം. ശരി, പുസ്തകം ഇന്നതാണ്, മേശ ഇന്നതാണ്, ഇതെല്ലാം നമുക്ക് ഇതിനെ പ്രത്യേകം വ്യവഹരിക്കും. ഇതിന് പറയും, ഇതിനൊക്കെ അർത്ഥക്രിയാകാരിത്വമുണ്ട്. പുസ്തകം തുറക്കാം, അടയ്ക്കാം, വായിക്കാം, ഉപയോഗിക്കാം, വലിച്ചെറിയാം. അതെല്ലാം കൊണ്ടോരോ പ്രയോജനങ്ങളുണ്ട്. അതിനെ നിഷേധാത്മകമായിട്ടോ അല്ലെങ്കിൽ ഭാവാത്മകമായിട്ടോ അതെല്ലാം ഉപയോഗിക്കാം. പക്ഷേ പ്രപഞ്ചത്തിലെ ഏതംശത്തിന്റെയും സ്വഭാവമാണ് പരമാണു മുതൽ സർവത്തെയും. അല്ലേ? അതിനെ നമ്മൾ മനസ്സിലാക്കുന്നു, അതിനെ ഉപയോഗിക്കുന്നു, പരമാണുകളൊപ്പം അതുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യുന്നു. അത് പ്രപഞ്ചത്തിന്റെ ഒരു സ്വഭാവമാണ്. ജീവൻ അതിനെ ഉപയോഗിക്കാൻ കഴിയും. നാമരൂപാത്മകമായിരിക്കുന്ന സർവത്തെയും അങ്ങനെ ചെയ്യാൻ പറ്റും. ആകാശം വരെയുള്ള കാര്യങ്ങൾ ആകാശത്തെ നമ്മൾ ഉപയോഗിക്കുന്നു. എന്നാണ് അവകാശം കൊടുക്കുന്നത്, ഇടം കൊടുക്കുന്നത്. ഇടത്തെ നമ്മൾ ഉപയോഗിക്കുന്നു. സർവത്ര ഇതുണ്ട്. പക്ഷേ എന്താണ് ഈ അസ്തിത്വം? അതിനെ നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. അതിനർത്ഥക്രിയാകാരിത്വം പദാർത്ഥങ്ങളിൽ കാണുന്നത് പോലെ അതിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. പിന്നെന്താ? കേവല വിജ്ഞാനം. അസ്തിത്വം എന്ന് പറയുന്നത് വിജ്ഞാനം മാത്രമാണ്. അല്ലേ? ബോധത്തോടുകൂടി ഈ പ്രപഞ്ചത്തെ അറിയുമ്പോൾ അറിയുന്നതാണ് അസ്തിത്വ രൂപത്തിൽ ഇതിനെ അറിയുന്നു. ആ അസ്തിത്വം എന്ന് പറയുന്നതിനെ നമുക്ക് അറിവിൽ നിന്ന് വേർതിരിക്കാൻ പറ്റില്ല. ഇതെന്റെ അറിവാണ്, ഇത് അസ്തിത്വമാണെന്ന് പറയാൻ പറ്റില്ല. നമുക്കിവിടെ പറയാം, ഇത് പുസ്തകത്തിന്റെ അസ്തിത്വം. എന്തുകൊണ്ട്? നമ്മൾ പുസ്തകത്തെ നിഷേധിക്കുന്നു. പുസ്തകത്തെ നിഷേധിക്കുമ്പോഴും അസ്തിത്വം ശേഷിക്കുന്നു. പുസ്തകം ഇല്ലാതായാലും അസ്തിത്വം ശേഷിക്കുന്നു.
പക്ഷെ വിജ്ഞാനമില്ലാതാകെ അസ്തിത്വം ശേഷിക്കുക, അത് സംഭവിക്കുന്നില്ല. വിജ്ഞാനം തന്നെ അസ്തിത്വ രൂപത്തിൽ സ്ഫുരിക്കുന്നു. അസ്ഥിഭാതിപ്രിയം വിജ്ഞാനത്തിന്റെ തന്നെ സ്ഫുരണമാണത്. അപ്പോൾ വിജ്ഞാനം അസ്തിത്വം എന്ന് രണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് സച്ചിദാനന്ദം എന്നതിനെ പറയുന്നത്. അത് വിജ്ഞാനമാണ്. അപ്പോൾ അത് സത്താണ്, അസ്തിത്വമാണ്, വിജ്ഞാനമാണ്, സത്യചിത്താണ്. ആർക്കെങ്കിലും ആ അസ്തിത്വത്തെ വിജ്ഞാനത്തിൽ നിന്ന് വേർതിരിക്കാൻ കഴിയില്ല. ആ വിജ്ഞാനത്തിന്റെ സ്ഫുരണമാണ് അസ്തിത്വം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങേറ്റം വിജ്ഞാനത്തെയും നമ്മളെങ്ങനെ അറിയുന്നു? വിജ്ഞാനം അസ്ഥി എന്ന് പറയുന്നു. വിജ്ഞാനം അസ്ഥി എന്നാണ് അറിയുന്നത്. വിജ്ഞാനത്തിന്റെ അസ്തിത്വത്തെ അറിയുന്നു. മാത്രമല്ല പുസ്തകമസ്തി എന്ന് പറയുന്നിടത്തും എന്താണോ താല്പര്യം? എന്താണോ എന്താ അസ്തിത്വം? പുസ്തകമസ്തി എന്ന് പറയുന്നിടത്ത് ആ വിജ്ഞാനം തന്നെ, വിജ്ഞാനമല്ല വേറെ അസ്തിത്വമില്ല. വിജ്ഞാനത്തിൽ പുസ്തകം പ്രതീതമാകുമ്പോൾ പറയുന്നു വിജ്ഞാനമസ്തി. ആ വിജ്ഞാനത്തിൽ പുസ്തകം പ്രതീതമാകുമ്പോൾ നമ്മൾ വീണ്ടും പറയുന്നു പുസ്തകമസ്തി. ഇവിടെ എന്താ വ്യത്യാസം? ഒരു വ്യത്യാസമില്ല. വിജ്ഞാനം തന്നെ അസ്തിത്വം. ഈ അസ്തിത്വം, വിജ്ഞാന രൂപത്തിലുള്ള ഈ അസ്തിത്വം, അതാണ് നീ എന്നാണ് പറയുന്നത്. ഈ വിജ്ഞാനം എന്നും മറ്റും പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ സംശയങ്ങളുണ്ടാകും. അതിനൊക്കെ ഇനി സമാധാനം പറയും. എന്താ വിജ്ഞാനം? ഏത് വിജ്ഞാനത്തെ ഇവിടെ പറയുന്നത്? അസമാധാനം വരുമ്പോൾ അത് ബൗദ്ധന്റെയും മീമാംസകന്റെയും ഭാഷയിൽ പറയുന്നേ ഉള്ളൂ. ഇതൊക്കെ സാധാരണ വിജ്ഞന്മാരല്ലാത്ത പാഴ് മനസ്സുകളിൽ വരുന്ന സംശയം ഇതുപോലെയൊക്കെ തന്നെ. ഭാഷകാരൻ പറയുമ്പോൾ അതിന് ശാസ്ത്രീയമായ രീതിയിൽ പറഞ്ഞിട്ട് അതിനെ നിരാകരിക്കും. വിജ്ഞാനത്തെക്കുറിച്ച് നമുക്ക് എങ്ങനെയൊക്കെ സങ്കല്പിക്കാം, എന്തൊക്കെ ഭാവനകൾ വരാം, അതിനെല്ലാം നിഷേധിക്കുന്നു. എന്നിട്ട് പറയുന്നു ആ സത്ത്, അസ്തിത്വം, ആ വിജ്ഞാനം സദൈവ സൗമ്യ യദവഗമ്യതേ സർവവേദാന്തേഭ്യ. സർവവേദാന്തങ്ങളിലും സർവോപനിഷത്തുകളിലും ഇതാ പറയുന്നു. ഈ അസ്തിത്വത്തെക്കുറിച്ച്, ഈ വിജ്ഞാനത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് നീയാണ് എന്നാണ് ഇവിടെ പറയുന്നുണ്ടോ? ഈശ്വരനെ കുറിച്ച് പറയുന്നു. സർവജ്ഞനോ സർവശക്തനോ ആയ ഈശ്വരനെ കുറിച്ച് പറയുന്നുണ്ടോ? അപ്പൊ ഇത് തത്വമസിയുടെ വ്യാഖ്യാനമാണെന്ന് മനസ്സിലാക്കാതെ മുമ്പോട്ട് പോയിട്ട് തത്വമസി മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അബദ്ധം പറ്റും. തത്വമസി ഇവിടെ നിന്ന് തുടങ്ങിയ നമുക്ക് ഒരാളോട് ചോദിക്കുന്നു, നീ അത് കണ്ടോ? നീ അവനെ അറിഞ്ഞോ? എന്ന് ചോദിക്കുമ്പോൾ അവൻ അത് എന്നൊക്കെ പറയുന്ന മുമ്പുള്ള ഏതോ ഒരു കാര്യത്തെയാണ്. ആ സംഭവം നീ അറിഞ്ഞോ? പഴയ സംഭവം. നീ അവനെ കണ്ടോ? മുമ്പ് കണ്ടവനെ. അപ്പോൾ ഇവിടെ ഉപദേശിക്കുന്നത് തത്, മുമ്പ് ഞാൻ പറഞ്ഞത് എന്നാണ്. മുമ്പെന്താണോ ഞാൻ നിന്നോട് പറഞ്ഞത് വളരെ വിശദീകരിച്ച് ഇവിടെ പറയുന്നതെല്ലാം തതാണ്. അത് ത്വം, അത് നീയാണ്. വാ തത്, ആ സദ്വസ്തു, ആ വിജ്ഞാനം. അവിടെ ഭാഷകാരൻ വിശദീകരിക്കുന്നുണ്ടല്ലോ. യദവഗമ്യതേ സർവവേദാന്തേഭ്യ എന്ന് ഭാഷകാരൻ പറഞ്ഞു. ഉപനിഷത്തുകളിൽ സർവത്ര അതിനെക്കുറിച്ചാണ് പറയുന്നത്. അത് നീയാണ്. ഏവശബ്ദോ അവധാരണാർത്ഥ. സത് ഏവ. ഇത് ഇവിടെ ശ്രോതാവിനും പിടികിട്ടുന്നില്ല. നീ അത് തന്നെയാണ് ഉറപ്പിച്ച് പറയുകയാണ്. അപ്പോ എനിക്കറിയാം ഞാനതല്ലല്ലോ. അത് എന്റെ അനുഭവമാണ്, ഞാനതല്ല. പക്ഷെ ഇവിടെ ഗുരു പറയുകയാണ് നീ അതാണല്ലോ. സദൈവ, അത് തന്നെയാണ്. ഉറപ്പിച്ചെന്നുകൊണ്ട് പറയുന്നു.
എന്റെ അനുഭവം ഉറപ്പിച്ചും അതല്ലെന്നാണ്. അതുകൊണ്ടാണ് അവധാരണാർത്ഥം നിശ്ചയത്തിന് വേണ്ടി നേരത്തെ പറഞ്ഞല്ലോ നിശ്ചയമാണ് വേണ്ടത്. ആ നിശ്ചയം എങ്ങനെ ഉണ്ടായിരിക്കണം? സംശയം വിപര്യങ്ങൾ കൂടാതെയുള്ള അജ്ഞാനമില്ലാതെയുള്ള നിശ്ചയമായിരിക്കും. പക്ഷെ അത് വരാനുള്ള സാധ്യതയില്ല. കാരണം നേരെ വിപരീതമായിട്ടാണ് ഞാൻ. അത് കേവലമായ അവിജ്ഞാനമാണ്, കേവലമായ സദ്വസ്തുവാണ്. ഇങ്ങനെയൊന്നും ആർക്കും ധരിക്കാൻ പറ്റത്തില്ല. എന്നെക്കുറിച്ച് എനിക്ക് പല ധാരണകളുമുണ്ട്. ഞാൻ എന്നിടത്ത് ഇന്നാരുടെ മകനായി ജനിച്ചവനാണ്, വളർന്നവനാണ്, ഇന്ന പ്രത്യേകങ്ങൾ ചെയ്തവനാണ്, ഇന്നിപ്പോൾ ചെയ്യുന്നവനാണ്. ഇങ്ങനെ പലതരത്തിലുള്ള നിശ്ചയമായ അറിവാണ് എന്നെക്കുറിച്ചുള്ളത്. ഞാൻ പുരുഷനാണ്, സ്ത്രീയാണ്, ഗൃഹസ്ഥനാണ്, സന്യാസിയാണ്. ഇങ്ങനെയുള്ള മിഥ്യാധാരണകളിലാണ് ഞാൻ കടന്നു പോകുന്നത് പ്രതിദിനം പ്രദക്ഷിണം. അപ്പം ഞാനെന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഉറപ്പിച്ചിരിക്കുകയാണ്. ബോധം വന്ന സമയം മുതൽ, ബാല്യം മുതൽ ഇത് കേൾക്കുന്നതുവരെ അത് ഉറച്ചിരിക്കുകയാണ്. അവധാരണം വിപരീതമായിട്ടാണ്. അപ്പം ആ അവധാരണത്തെ നീക്കണം. അതിനുവേണ്ടി പറയുകയാണ്, നീ ആ സത്താണ്. ഏവശബ്ദം അവധാരണ, അത് തന്നെയാണ്. ഇതുവരെ തന്നെ സംബന്ധിച്ച് എന്തെല്ലാം ധാരണകളുണ്ടായിരുന്നു, അതാണ് ഇതാണ്, ഈ ധാരണകളെല്ലാം നിഷേധിക്കണം. നേതി, താൻ കേവലം അസ്തിത്വം മാത്രമാണ്. ആ അസ്തിത്വത്തിൽ ആരോപിതമായിരിക്കുന്ന ശരീരം, മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തോട് താതാത്മ്യപ്പെട്ടിരിക്കുന്ന തന്റെ വികാരങ്ങൾ, മാനസിക ഭാവങ്ങൾ, തന്റെ വിജ്ഞാനം, ഇതൊന്നുമല്ല. അത് കേവലമായ അസ്തിത്വരൂപത്തിലുള്ള വിജ്ഞാനം മാത്രമാണ് എന്ന് അവധാരണം ഉറപ്പിക്കുന്നതിന് വേണ്ടി നിശ്ചയം, അതിനു വേണ്ടിയിട്ടാണ് ഏവ ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നത്. കിം തത് അവധ്രിയത, അത് എങ്ങനെ, എന്താണ്, എങ്ങനെയാണത്, ഏതിനാണ് അവിടെ ഉറപ്പിക്കുന്നത്? അത് പറയുന്നു. ഇതം ജഗത് നാമരൂപക്രിയാവത് വികൃതമുലഭ്യത തത് സദൈവ ആസീ ആസീ ശബ്ദേന സംബദ്ധ്യത. ഈ നാമരൂപാത്മകമായിരിക്കുന്ന ഈ ജഗത്ത്, ഈ ജഗത്തിനെ ഒരാൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒന്നടന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ അടുത്ത് നീ സത്താണ്, ചൈതന്യമാണ് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ. കാരണം വിപരീത അനുഭവമാണ് ദൃഢമായിരിക്കുന്നത്. അതെങ്ങനെ ഞാൻ സത്താകും, എങ്ങനെ ഞാൻ വിജ്ഞാനമാകും? അത് ഇത് കേട്ടിട്ട് നമുക്ക് ബോധ്യപ്പെടാത്ത പോലെ തന്നെ ആർക്കും ബോധ്യപ്പെടത്തില്ല. ആവർത്തിച്ച് കേട്ടിട്ടും അക്കാര്യം ബോധ്യപ്പെടുന്നില്ല. നമ്മൾ പറയും അത് കേട്ടപ്പോൾ മനസ്സിലായി, പക്ഷെ വിസ്മരിച്ചാണ്. ഇതൊരിക്കലും ബോധ്യപ്പെട്ടിട്ട് വിസ്മരിക്കുന്ന കാര്യമല്ല. എന്തുകൊണ്ടിത് സത്താണ്. അനർത്ഥമായ കാര്യങ്ങളാണ് നമ്മൾ ബോധ്യപ്പെട്ടിട്ട് വിസ്മരിക്കുന്നത്. ബുദ്ധിയുടെ ഒരു സ്വഭാവമാണ്. ബുദ്ധിയുടെ സ്വഭാവം എന്താണ്? അനർത്ഥഗ്രാഹി എന്നാണ് ബുദ്ധിയെക്കുറിച്ച് പറയുന്നത്. അത് അനർത്ഥമായെന്ന് ഗ്രഹിക്കുന്നു. അപ്പൊ അനർത്ഥത്തിന്റെ സ്വഭാവം എന്താണ്? അത് വിസ്മരിച്ചു, ബുദ്ധി നിൽക്കത്തില്ല. ഇത് ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതുവരെ ആരും ബോധ്യപ്പെട്ടിട്ട് വിസ്മരിച്ചിട്ടില്ല. നമ്മൾ സാധാരണ അങ്ങനെ പറയാറുണ്ട്, ഞാനും പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ബോധ്യപ്പെട്ട് വിസ്മരിച്ചു പോയത് അത് ശരിയായ പറച്ചിലല്ല. കാരണം ഇത് ബോധ്യപ്പെട്ട് വിസ്മരിക്കാൻ സാധ്യമല്ല. അനന്തമായ സർവ്വതും ബോധ്യപ്പെട്ട് വിസ്മരിക്കും. ബോധ്യപ്പെടുന്നില്ല. എന്തുകൊണ്ട് ബോധ്യപ്പെടുന്നില്ല? കാരണം ഇതം ജഗത്, ഈ ജഗത്ത് നാമരൂപവിക്രിയാവത്, ക്രിയകളോടുകൂടി വികൃതം വികാരരൂപത്തിൽ ഉപലബ്ധരെ. എന്തിന്റെ വികാരമായി? നേരത്തെ പറഞ്ഞല്ലോ, അസത്തിന്റെ വികാരമായി. അസത്തിന്റെ വികാരമായ ആണ് ഈ ജഗത്ത്.
നമുക്ക് അനുഭവപ്പെടുന്നത് സത്തല്ല, സത്തിന്റെ വികാരത്തെയാണ്. ഈ സത്തിന്റെ വികാരമാണ് നമ്മുടെ ബുദ്ധിയും ബോധ്യപ്പെടലും സംശയവും അജ്ഞാനവും വിപര്യവും എല്ലാം ഈ സത്തിന്റെ വികാരമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അത് വിസ്മരിക്കുകയും ചെയ്യും. ഇതിൽ ഈ തത്വത്തെ ബോധ്യപ്പെടാൻ സാധ്യമല്ല. വികാരത്തിൽ അങ്ങനെ തത്വത്തെ ബോധ്യപ്പെടും. വികാരത്തിൽ വികാരത്തിനെ ബോധ്യപ്പെടാൻ പറ്റും. ചുവപ്പിനെ കണ്ട ചുവപ്പെന്ന് തോന്നുന്നു, വെള്ളയെന്ന് തോന്നത്തില്ല. പച്ചയെ കണ്ടു കഴിഞ്ഞാൽ പച്ചയെന്ന് തോന്നുന്നു, വേറൊന്നും തോന്നത്തില്ല. അത് ഈ പ്രപഞ്ചത്തിന്റെ മനസ്സിന്റെയൊക്കെ സ്വഭാവമാണ്. മറിച്ചാണെങ്കിൽ അതിനെ ഭ്രാന്തി എന്ന് പറയും. അപ്പോൾ നാമരൂപ ക്രിയാവത് വികാരമായിരിക്കുന്ന ഈ ജഗത്ത് നമുക്കങ്ങനെ അനുഭവപ്പെടും. ഈ ജഗത്തിലുണ്ടാകുന്ന സർവ്വ അനുഭവങ്ങളും അതിന്റെ ഭാഗമാണ്, വികാരത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ഇവിടെ ഇത് ബോധ്യപ്പെടുന്നില്ല. ബോധ്യപ്പെട്ടാൽ അത് വിസ്മരിക്കുന്നു. അതാണ് നേരത്തെ പറഞ്ഞത്, എന്താണ് അവധാരണം, നിശ്ചയം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഇവിടെ ഇതിനെ ബോധ്യപ്പെടുത്തുക എന്ന് പറയുന്നത് പ്രയാസമാണ്. അതുകൊണ്ട് ഇവിടുത്തെ കാര്യം വിട്ട് ശ്രുതിയിൽ പറയുന്നു, യത്ത് സദൈവ ആസി ആസി ശബ്ദേന സമ്പദ്ധ്യത. ഇതിനെ ബോധ്യപ്പെടുന്നതിനുള്ള ഒരേ ഒരു വഴി ഇവിടെ പറയുന്നത് എന്താണ്? യത്തത് സദൈവാസി. ഇതെല്ലാം വിടുക. ഈ നാമരൂപ വിക്രിയാവത് വികൃതമായ കാര്യങ്ങളെല്ലാം വിടുക. ഇവിടെ ഇതിലൂടെ ഇത് ബോധ്യപ്പെടുക സാധ്യമല്ല. ഇതെല്ലാം വിട്ട ഒരു സ്ഥാനമുണ്ട്. യത്ത് സദൈവാസി. ഒരു കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. എന്താണ്? കേവല സത്ത് മാത്രമായിരുന്നു. അങ്ങനെ ഈ നാമരൂപങ്ങൾ, ഈ വികാരങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരവസ്ഥ. അതിന് നമുക്ക് പറയാം എന്താണ്? സൃഷ്ടിക്ക് മുമ്പ്. അത് കേവലം ഒരു സങ്കല്പം മാത്രമാണ്. നാമരൂപങ്ങളെയും സങ്കല്പിക്കുക, അവിടെ സത്തിനെയും അതിനോടൊപ്പം സങ്കല്പിക്കുക, എന്നിട്ട് നാമരൂപങ്ങളിൽ നിന്നും സത്തിനെ വേർതിരിക്കുക. ഇതൊക്കെ പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് നാമരൂപങ്ങളെ മുഴുവൻ നിഷേധിക്കുക. ഈ നാമരൂപങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു കാലം, അതിനാണ് അഗ്രേ, സൃഷ്ടിക്കുന്നു. അതെങ്ങനെ കൽപ്പിക്കും? സൃഷ്ടി അനാദിയല്ലോ. സൃഷ്ടിക്ക് തുടക്കമുണ്ടോ? തുടക്കമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് എവിടെ നിന്ന് തുടങ്ങി, അതിന് മുമ്പ് എന്തായിരുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരും. അങ്ങനെ സൃഷ്ടിക്ക് തുടക്കത്തെ അംഗീകരിക്കാൻ പറ്റും. പിന്നെ സൃഷ്ടിയുടെ തുടക്കം എന്ന് പറയുന്നത് എന്താണോ? ഒരു പ്രളയത്തിന്റെ ഒടുക്കം. അങ്ങനെ നമുക്ക് യുക്തിയുക്തമായി മനസ്സിലാക്കാം. ഈ കാണുന്ന നാമരൂപാത്മകമായ പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പ് ഒരു പ്രളയം ഉണ്ടായിരുന്നു. അതിനാണ് സൃഷ്ടിയുടെ അഗ്രേ എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ അവിടെ ഈ പ്രപഞ്ചം ഉണ്ടായിരുന്നില്ല. ഏതൊരു പ്രപഞ്ചമാണോ ഇന്നിപ്പോൾ നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ഇതുണ്ടായിരുന്നില്ല. അതിനു വേണ്ടിയിട്ടാണ് സൃഷ്ടിയെയും പ്രളയത്തെയും അംഗീകരിക്കുന്നത്. സൃഷ്ടിയും പ്രളയത്തെ അംഗീകരിക്കുന്നതിന് വേണ്ടി സൃഷ്ടി അനാദിയാണ് എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനാണ് ഇത് രണ്ടും അംഗീകരിക്കുന്നത്. ആ പ്രളയകാലം എന്ന് പറയാം, ഈ സൃഷ്ടിക്ക് മുമ്പുള്ള ഒരു കാലം. അതാണ് തദേവ സദേവാസി ഇത്യാസി ശബ്ദേന സമ്പദ്ധ്യതേ. കഥ എപ്പോ? ഇതെപ്പോഴാണ്? ഇതൊന്നും ഇല്ലാത്ത ഒരു കാലം. സത് ഏവ ഇതമാസി. അപ്പൊ സത്ത് മാത്രം. എന്ത്? ഇതം, ഈ പ്രപഞ്ചം സത്ത് മാത്രമായിരുന്നു എന്നാണ് പറയുന്നത്. സൗമ്യ ഇതം അഗ്രേ സത് ഏവ ആസി. നാമരൂപങ്ങളെല്ലാം നിഷേധിച്ചിട്ട് കേവലം സത്ത് മാത്രമായിരുന്നു എന്ന്. നാമരൂപങ്ങളെ നിഷേധിക്കാതെ നാമരൂപങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ശ്രോതാവിനോട് പറയുകയാണ്, ഈ നാമരൂപങ്ങളെല്ലാം നിഷേധിച്ച ഒരു കാലം എന്ന് പറയുന്നു. അങ്ങനെ ചിന്തിക്കാൻ പറ്റും. അത് ഭൂതകാലത്തിലേക്ക് ബന്ധപ്പെടുത്തി ചിന്തിക്കാൻ പറ്റും. നാമരൂപങ്ങളെല്ലാം നിഷേധിച്ചപ്പോൾ അവിടെ കാലം ഉണ്ടായിരുന്നു എന്നൊന്നും ചോദിക്കരുത്. കാരണം പിന്നിലേക്ക് പോയി ചിന്തിക്കാൻ കഴിയും. അതുകൊണ്ട് അവിടെ നാമരൂപങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല
അഗ്രേ വ്യക്തമാക്കുന്നു ജഗത പ്രാഗ് ഉത്പത്തേഹി, ജഗത്തിന്റെ ഉത്പത്തേഹി പ്രാഗ്, ജഗത്തിന്റെ നാമരൂപാത്മകമായ സൃഷ്ടിക്ക് മുമ്പ്, അങ്ങനെ ഒന്ന് കൽപ്പിക്കുക. അപ്പൊ അവിടെ ഈ പ്രപഞ്ച ശല്യം ചെയ്യുന്നില്ലല്ലോ. ഇതം ജഗത് നാമരൂപ വിക്രിയാവത്, ഇതവിടെ ഇല്ല. ഇതിനെല്ലാം നിഷേധിച്ചു കഴിഞ്ഞാൽ ശേഷിക്കുന്ന ആ കാലഘട്ടത്തിൽ പറയുന്നു, ആ കാലത്ത് എന്തായിരുന്നു? സദൈവ, ആ കേവലമായ സത്ത്, അത് ഇവിടെ പറഞ്ഞു. അസ്ഥിത മാത്രം, ആ വിജ്ഞാനം, സൂക്ഷ്മം നിർവിശേഷം സർവഗതം ഏകം നിരഞ്ജനം നിരവയവം ആയ ആ സത്ത് മാത്രം ഉണ്ടായിരുന്നു. അതിനാണ് തത് എന്ന് പറയുന്നത്. ആ സത്ത്, ആ തത് നിർവിശേഷമായിരിക്കുന്ന അത് ത്വം, അതാണ് നീ. അല്ല ഈ കാണുന്ന ഈ നാമരൂപാത്മകമായിരിക്കുന്ന ഈ ശരീരമോ ഈ പ്രപഞ്ചമോ ഈ ശരീരവും പ്രപഞ്ചവും തമ്മിലുള്ള നിന്റെ ബന്ധമോ ആ ബന്ധത്തെ ഉണ്ടാക്കുന്ന നിന്റെ കർണങ്ങളോ മനസ്സോ ഒന്നുമല്ല. മറിച്ച് ആ സത് ഏവ, ആ തത്വ തന്നെയാണ്. ജഗത പ്രാഗുത്പത്തേഹി. ഇങ്ങനെ ആ കാര്യത്തെ വിശദീകരിക്കുമ്പോൾ ഇത്രയൊക്കെ മന്ത്രത്തെ വിശദീകരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. മന്ത്രത്തിലില്ലാത്ത വിശദീകരണം ഭാഷ്യകാരൻ പറയുന്നു, ഭാഷ്യത്തിലില്ലാത്ത വിശദീകരണം ഞാൻ പറയുന്നു. ഇത്രയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ മന്ത്രത്തിൽ ഉള്ളത് പോരാ എന്ന് കണ്ടിട്ടാണ് ഭാഷ്യകാരനെ ഇത്രയും വലുതാക്കുന്നത്, കൂടുതലാക്കുന്നത്. അതും പോരാന്ന് കണ്ടിട്ടാണ് നമ്മൾ വീണ്ടും അതിനെ കൂടുതൽ വലുതാക്കുന്നത്, വിശദീകരിക്കുന്നത്. അത് പോരാന്ന് പറഞ്ഞാൽ വീണ്ടും വിശദീകരിക്കുന്നു, ഇനിയും വിശദീകരിക്കുന്നു. അതിനെ മനസ്സിലാക്കാം ഓരോരുത്തരുടെയും മാനസിക നില അനുസരിച്ച്. അപ്പോൾ മന്ത്രത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും മതി ബോധിപ്പിക്കുന്നു. ബാക്കി അത് മനസ്സിലാക്കേണ്ടവന്റെ നിലയിൽ നിന്നാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കൂടുതൽ വിശദീകരണങ്ങളോടെ മനസ്സിലാക്കേണ്ടി വരും. ആ വിശദീകരണങ്ങൾ കൂടി പോകും. മന്ത്രം എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ സൂചകമാണ്. ഇതാണ്. അതിൽ നിന്നുകൊണ്ട് ഇതിനെ ഗ്രഹിക്കാൻ പറ്റത്തില്ല. കാരണം അതിൽ നിന്ന് എന്തെങ്കിലും നമ്മൾ ഗ്രഹിച്ചാൽ, ശരി മന്ത്രത്തിൽ നിന്ന് തന്നെ ഞാൻ ഗ്രഹിക്കുമെന്ന് വാശി പിടിച്ചാൽ എന്തുവരും? അവിടെ സംശയങ്ങൾ വരും. അതെങ്ങനെ സംഭവിക്കും? ഈ പറയുന്നത് സ്വന്തം ബുദ്ധിയെ ഈ കാര്യം ഇങ്ങനെ ബോധ്യപ്പെടുത്തും. അത്തരം സംശയമാണ് അടുത്ത് പറയുന്നത്. കിം ന ഇദാനിം ഇദം സദ്യേന അഗ്രേ ആസീതി വിശേഷ്യത. മന്ത്രം തന്നെ നമുക്ക് സമാധാനം തന്നിരുന്നുവെങ്കിൽ ഒന്നും സംശയം വരത്തില്ലായിരുന്നു. അത് വരില്ല എന്നറിയാം. അതുകൊണ്ടാണ് ഭാഷ്യകാരൻ ഇത്തരം സംശയങ്ങളെ കൊണ്ടുവരുന്നത്. പറഞ്ഞല്ലോ, ബോധ്യപ്പെട്ടാൽ പിന്നെ വിസ്മരിക്കില്ല, സംശയവും വരുന്നില്ല. ഇതെല്ലാം വരുന്നത് എന്തുകൊണ്ടാണ്? ബോധ്യപ്പെടാത്തതുകൊണ്ടാണ്. എന്തുകൊണ്ട് ബോധ്യപ്പെടുന്നില്ല? ആ ബോധ്യത്തിന് പ്രതിബന്ധങ്ങളുണ്ട്. അതിനാണ് അജ്ഞാന സംശയ വിവരങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ പ്രതിബന്ധങ്ങളുണ്ടാകാം. ഏത് ബോധ്യപ്പെടുന്നു? നമ്മൾ എന്ത് വിദ്യ പഠിക്കാൻ പോയാലും ശരി, അത് പഠിക്കുമ്പോൾ ആ വിഷയത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ തന്നെ ഏത് നിമിഷമാണോ നമ്മളത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ആ നിമിഷം തന്നെ അതിന്റെ പ്രതിബന്ധവും വരും. ആ അറിവിന്റെ ഒരു സ്വഭാവമാണ്. അതിന് മായ എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക, ആ നിമിഷം പ്രതിബന്ധം വരും. എന്താ പ്രതിബന്ധം എന്ന് പറയുന്നത്? അതിനെക്കുറിച്ചൊരു സംശയം, ചില ഭാഗങ്ങൾ അറിയാതിരിക്കുക, അറിഞ്ഞതിൽ തന്നെ തെറ്റിദ്ധാരണകൾ വരിക. ഇങ്ങനെ ഒരു വിഷയത്തെ ഗ്രഹിക്കാൻ പറ്റും. ഇതൊക്കെ ആത്മവിദ്യയിൽ സ്വാഭാവികമാണ്. ലൗകികമായ വിദ്യകളിൽ പോലെ ഇത് സർവ്വസാധാരണമാണെങ്കിൽ ആത്മവിദ്യയിൽ എന്താ? അവിടെ ഈ സർവ്വസാധാരണമാണ്. ഈ സർവ്വസാധാരണ കാര്യമാണെങ്കിൽ നമ്മൾ എന്തിനു പരാതി പറയുന്നു? ഞാനിത് മനസ്സിലാക്കാൻ ശ്രമിച്ച് എനിക്കൊന്നും പിടികിട്ടുന്നില്ല, അല്ലെങ്കിൽ ഞാനിതെന്തൊക്കെ മനസ്സിലായി അത് വിസ്മരിക്കുന്നു. ഇതൊക്കെ അർത്ഥശൂന്യമായ കാര്യങ്ങളാണ്. അത് ഭാഷ്യകാരൻ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇവിടെ പറഞ്ഞു. കിംന ഇദാനിം ഇദം സത്
എന്താ പറയുന്നത്, അഗ്രേയാസി, ഈ നാമരൂപാത്മകമായ സൃഷ്ടിക്ക് മുമ്പെല്ലാം സത്ത് മാത്രമായിരുന്നു എന്ന് പറഞ്ഞു. എന്താ ഇപ്പൊ സത്തല്ലേ? കാരണം സത് ഏവ, അത് നീയാണ് എന്നും പറയുന്നു. ഇനി അതുകൂടെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണേൽ ചിന്തിക്കാം. തത്വമസിയെ വിട്ടിട്ട് ഇത് ചിന്തിക്കരുത്. ഇത് വേറെ, തത്വമസി വേറെ എന്നും ചിന്തിക്കരുത്. എന്നാ അബദ്ധം പറ്റും. എന്താ ഇപ്പോ ഇത് സത്തല്ലേ? വർത്തമാനത്തിൽ സർവത്ര അസ്തിത്വത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളോട് പറയുന്നത് സൃഷ്ടിക്ക് മുമ്പ് സത്തായിരുന്നു. ഇപ്പൊ അതല്ലാതിരിക്കണ്ടേ? എന്നാലേ സൃഷ്ടിക്ക് മുമ്പ് പോകേണ്ട ആവശ്യമാണ്. ഇപ്പോഴും സത്താണല്ലോ. പിന്നെ ഇതാനും ഇതം എന്ന സത്ത്. എന്താ ഇതിപ്പോ സത്തല്ലേ? ഏന അഗ്രയാസീതി വിശേഷം പ്രത്യേകിച്ച് എടുത്തു പറയുന്നു. സൃഷ്ടിക്ക് മുമ്പ് ഇത് സത്തായിരുന്നു. അതിന്റെ ആവശ്യം എന്താണ്? സംശയമാണ്. ഇത്തരത്തിലുള്ള സംശയങ്ങൾ നിഷേധിക്കുന്നു. അങ്ങനെ സംശയിക്കേണ്ട കാര്യമില്ല. കഥം ദർഹി വിശേഷണം, പിന്നെന്തിനാ അതങ്ങനെ എടുത്തു പറഞ്ഞത്? വീണ്ടും ചോദിക്കുന്നു. ആ സംശയം അസ്ഥാനത്തനാണെന്നാണ് പറയുന്നത്. നിങ്ങളുടെ സംശയത്തിൽ കഴമ്പില്ല എന്ന് പറയുന്നു. കഴമ്പില്ലെങ്കിൽ പിന്നെ എന്തിനു പറഞ്ഞു സൃഷ്ടിക്ക് മുമ്പ് സത്തായിരുന്നു എന്ന്? തുടങ്ങിയ എന്താണ്? വാചാരംഭണം, വികാരവും നാമധേയം മൃത്തികേറ്റീവ സത്യം. മൃത്താണ് സത്യം, പാത്ര സത്യമല്ല. അങ്ങനെ പ്രപഞ്ച സത്യമല്ല, പ്രപഞ്ചത്തിന്റെ കാരണമാണ് സത്യം. പ്രപഞ്ചത്തിന്റെ കാരണമാണ് സത്യമാണെങ്കിൽ അതിപ്പോഴും ഉണ്ട് സത്യം. സത്യത്തിന് മാറ്റം വരാൻ പാടില്ലല്ലോ. ആ സത്യമാണ് ഇപ്പോഴും ഉള്ളത്. എന്നാൽ നേരിട്ട് ബോധ്യപ്പെടുത്തുക, ഇന്നതാണ് സത്യം. എന്തിന് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്ക് മുമ്പ് പോകണം? അതിന്റെ ആവശ്യം എന്താണ്? കഥം ദർഹി വിശേഷണം പറയുന്നു. ശരിയാണ്. ഇദാനിമപി ഇദം സദേവ കിന്തു നാമരൂപ വിശേഷണവത് ഇദം ശബ്ദബുദ്ധി വിഷയം ഇതി ഇദം ച ഭവതി. പ്രാഗുത്പത്തേസ്തു അഗ്രേ കേവല ശബ്ദബുദ്ധി മാത്രഗമ്യമേവേദി സദൈവ ഇദം അഗ്ര ആസീദിത്യവധാര്യതേ. നഹി പ്രാഗുത്പത്തേഃ നാമരൂപവത് വാ ഇദമിതി ഗൃഹീതം സഖ്യം വസ്തു സുഷുപ്തകാല ഇവ യഥാ സുഷുപ്താദുത്ഥിത സത്വമാത്രം അവഗച്ഛതി സുഷുപ്തേ സന്മാത്രമേവ കേവലം വസ്തു ഇതി തഥാ പ്രാഗുത്പത്തേരിത്യഭിപ്രായഃ. ഈ ഭാഗം മുമ്പ് വന്നപ്പോഴെല്ലാം നമ്മൾ ചർച്ച ചെയ്തപ്പോഴെല്ലാം ഇതിനെ സുഷുപ്തിയായിട്ട് ബന്ധപ്പെടുത്തിയ ചർച്ച ചെയ്തു. അതിന് കാരണം ഭാഷ്യകാരൻ അതിനങ്ങനെ ബന്ധപ്പെടുത്തിയ ചർച്ച ചെയ്യുന്നു. ജാഗ്രത സ്വപ്നവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഭാഷ്യകാരൻ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ടാണ് സദൈവ കിന്തു പറയുന്നത് ശരി തന്നെയാണ്. ഇപ്പോഴും സത്ത് തന്നെയാണ്, ഒരു സംശയം. സൃഷ്ടിക്ക് പിറകിലേക്ക് മനഃപൂർവ്വം പോയതൊന്നുമല്ല. മുമ്പ് സത്ത് തന്നെയാണ്, ഇപ്പോഴും സത്ത് തന്നെയാണ്. കിന്തു പക്ഷേ ഇപ്പോൾ എന്താണ്? നാമരൂപ വിശേഷണവത്. ഇപ്പോ സന്മാത്രമെന്ന് പറയാൻ വയ്യ. നാമരൂപ വിശേഷങ്ങളോടുകൂടിയാണ്. എങ്ങനെ? പുസ്തകം അസ്തി, പൃഥിവി അസ്തി, ജലമസ്തി, വായുരസ്തി, ആകാശമസ്തി. ഇങ്ങനെ അസ്തിത്വം നാമരൂപ വിശേഷങ്ങളോടുകൂടി ചേർന്ന് അറിയാൻ പറ്റും. അതിന് നമ്മളെങ്ങനെ കേവലം അസ്ഥി എന്നല്ല നമ്മൾ പറയുന്നത്. ഇതം അസ്ഥി, ഇതാ ഇത്. ഇതം ശബ്ദ ബുദ്ധി വിഷയം. ഇതം ശബ്ദം, ഇതം ബുദ്ധി, ഇതിന് വിഷയമായിട്ടാണ്. അങ്ങനെയാണ് സർവത്ര അസ്തിത്വത്തെ അറിയുന്നത്. അസ്തിത്വത്തെ ഇതം എന്നുള്ളതിനോടുകൂടി ചേർത്ത് അറിയാൻ പറ്റുന്നു. അസ്തിത്വത്തിന്റെ പര്യായം പോലെ ഇതും അതിനോടുകൂടി ചേർന്നിരിക്കുന്നു. ഇതെന്നുള്ള ശബ്ദം ഉപയോഗിച്ചാലും ദോഷമില്ല. ഇത് എന്ന് വെച്ചാൽ അസ്ഥി എന്നാണ്. അങ്ങനെ സർവത്ര
ഈ ഇതെന്താ ബുദ്ധി എന്ന് പറയും. ഇത് എന്നുള്ള ആ ബുദ്ധിയോടുകൂടി ചേർന്ന്, അതായത് വസ്തുവിനെ പരാമർശിക്കുന്ന ബുദ്ധിയോട് ചേർന്ന് അസ്തിത്വത്തെ അറിയാനേ കഴിയുന്നുള്ളൂ. ഇപ്പോൾ ഈ സൃഷ്ടിയിൽ അല്ലെങ്കിൽ ഈ ജാഗ്രതത്തിൽ. മറിച്ചാകണമെങ്കിലോ ഒന്നുകിൽ സൃഷ്ടിക്ക് പിന്നിലേക്ക് പോകണം, അല്ലെങ്കിൽ ജാഗ്രതത്തിന്റെ പിന്നിലേക്ക് പോകണം. അതാണ് അടുത്ത് വിശദീകരിക്കുന്നത്. ശിഷ്യ